ചൂതുകളിയിൽ പരാജയപ്പെട്ടുകൊണ്ട് പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും വനവാസത്തിനും പുറപ്പെട്ട് അങ്ങനെ വനവാസത്തിൽ കഴിയും കാലത്ത് വരുവാനിരിക്കുന്ന മഹായുദ്ധത്തെ ഓർത്തുകൊണ്ട് യുധിഷ്ഠിരൻ ഇപ്രകാരം അർജുനനോട് പറയുന്നു: അർജുന, മഹാദേവന്റെ അതിവിശിഷ്ടമാകുന്ന അസ്ത്രമാകുന്ന പാശുപതം പ്രാപ്തമാക്കുകയും അതിലൂടെ ശത്രുക്കളുടെ വിനാശത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും. അതിനാൽ തന്നെ പാശുപതം എത്രയും പെട്ടെന്ന് തന്നെ പ്രാപ്തമാക്കുക. അതിനായി മഹാദേവനെ തപസ്സിലൂടെ പ്രസാദിപ്പിക്കുക. അങ്ങനെ അർജുനൻ ജ്യേഷ്ഠന്റെ വാക്യം കേട്ടുകൊണ്ട് തപസ്സിനായി പുറപ്പെട്ടു. അതികഠോരമായ തപസ്സിലേക്ക് മുഴുകി. കാലങ്ങളോളമുള്ള അർജുനന്റെ മഹാതപസ് കണ്ട് സർവപാപഹരനും ഹരനുമായ മഹാദേവൻ ഒരു കിരാതന്റെ വേഷമെടുത്ത് മഹാമേരു പോലെ വിപുലാകാരമായി വിലസി. നല്ല വില്ലും സർപ്പോഗ്രഹമായ ബാണങ്ങളുമെടുത്ത് ശരീരമെടുത്ത അഗ്നി പോലെ പുറപ്പെട്ടു. ഉമാദേവി കിരാതശ്രീയുടെ വേഷമണിഞ്ഞ് ഭർത്താവിനെ അനുഗമിച്ചു. നാനാവേഷധാരികളായ ഭൂതങ്ങളോടും കിരാതവേഷധാരിണികളായ ആയിരക്കണക്കിന് സ്ത്രീകളോടുകൂടി പാർവതിയോടും കൂടി ശിവഭഗവാൻ കാട്ടിലെത്തി. അപ്പോൾ വനം പെട്ടെന്ന് മനോഹരമായി ശോഭിച്ചു. ഉടനെ ആ കാട്ടിൽ സർവത്ര നിശബ്ദമായി. പക്ഷികളുടെ നാദം നിലച്ചു. അപ്പോഴവിടെ പാർത്ഥൻ നിൽക്കുന്ന ഇടത്തേക്ക്, അതായത് തപം ചെയ്യുന്ന ഇടത്തേക്ക്, മൂക എന്ന പേരായ അസുരൻ പന്നിയുടെ വേഷത്തിൽ പാർത്ഥനെ കൊല്ലുവാനായി എത്തിയിരിക്കുന്നു. തക്കം നോക്കി ആക്രമിക്കുവാൻ നിൽക്കുന്ന അവനെ പാർത്ഥൻ കണ്ടു. ഉടനെ ഫാൽഗുനൻ ഗാണ്ഡീവവും സർപ്പതുല്യവുമായ ബാണവും എടുത്ത് വില്ലുപൂട്ടി ചെറു ഞാണൊലി ഇട്ടുകൊണ്ട് പറഞ്ഞു: കുറ്റം യാതൊന്നും ചെയ്യാതെ ഇവിടെ സ്വൈര്യമായി നിൽക്കുന്ന എന്നെ നീ കൊല്ലുവാൻ വിചാരിച്ചതുകൊണ്ട് മുമ്പേ തന്നെ ഞാൻ നിന്നെ യമപുരിയിലേക്ക് അയച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാർത്ഥൻ എയ്യുവാൻ തുടങ്ങിയപ്പോൾ കിരാതമൂർത്തിയായ ശങ്കരൻ തടസ്സപ്പെടുത്തി. കിരാതൻ ഇപ്രകാരം പറഞ്ഞു: ഈ ഇന്ദ്രകീല സമപ്രഭനായ ഇവനിൽ ആദ്യമായി ഞാനാണ് ഉന്നം വെച്ചത്. കിരാതൻ പറഞ്ഞതിനെ വിലവയ്ക്കാതെ അർജുനൻ അതിനെ ഏതു. ഒപ്പം കിരാതനും ഇടുത്തി പോലെയുള്ള അഗ്നിശിഖരങ്ങൾ പോലെയുള്ള ശരങ്ങൾ പ്രയോഗിച്ചു. അവർ രണ്ടുപേരും എയ്ത ശരങ്ങൾ ഒപ്പം തന്നെ ആ പന്നിയുടെ ദേഹത്ത് പതിച്ചു. മല പോലെ ഉറപ്പുള്ള ഭീമാകാരമായ മൂകന്റെ ശരീരത്തിൽ നിന്നും ഉടനെ മൂകൻ വരാഹരൂപം വെടിഞ്ഞുകൊണ്ട് ഭയങ്കരമായ രാക്ഷസ രൂപമെടുത്ത് അവിടെ മരിച്ചു വീണു. പിന്നെ അർജുനൻ കിരാതവേഷകനായ സ്ത്രീകളോടുകൂടി നിൽക്കുന്ന കാഞ്ചനപ്രഭമായ ആ പുരുഷനോട് മന്ദസ്മിതത്തോടെ ചോദിച്ചു: ഈ ശൂന്യമായ കാന്താരത്തിൽ സ്ത്രീകളോടുകൂടി സഞ്ചരിക്കുന്ന കനകപ്രഭനായ ഭവാൻ ആരാകുന്നു? ഈ ഘോര കാനനത്തിൽ സഞ്ചരിക്കുവാൻ ഭവാന് ഭയമില്ലേ? ഞാൻ ലക്ഷ്യം വെച്ച പന്നിയെ ഇടയിൽ പ്രവേശിച്ചുകൊണ്ട് ഏതു അത് ന്യായമാണോ? ഇവിടെ വന്ന ആ രാക്ഷസന് മുൻപേ എതിർത്തത് ഞാനാണല്ലോ. അത് കണ്ടുകൊണ്ട് മൃഗയാധർമ്മം പാലിക്കാത്ത ഭവാൻ നിന്നുകൊണ്ട് ഇവിടെ ചെയ്ത കൃത്യം എനിക്ക് പൊറുക്കുവാൻ വയ്യ. നായാട്ടിന് ചേർന്ന ധർമ്മമല്ല നീ ചെയ്തത്. അതുകൊണ്ട് ഇനി ഞാൻ ഭവാനെ വിട്ടയക്കുകയില്ല. കാട്ടാളാ, ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ കൊന്നുകളയും. അർജുനൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ കിരാതൻ പുഞ്ചിരിച്ചുകൊണ്ട് സർവ്വസാജിയോട് ഇപ്രകാരം പറഞ്ഞു: ഹേ വീരാ, ഈ കാട്ടിൽ ഞാൻ കാരണം നീ ഭയപ്പെടേണ്ട. പാർക്കുവാൻ ഞങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലം ഇതാണ്. അങ്ങ് എന്തിനാണ് ഇത്ര വിഷമിച്ച് പാർക്കുന്നത്? ഹേ താപസ, ധാരാളം ഹിംസ്ര ജന്തുക്കളുള്ള ഇവിടെ പാർക്കുന്നത് കിരാതന്മാരായ ഞങ്ങൾക്ക് ചേർന്നതാണ്. കൃഷ്ണശരീരനും സുകുമാരനും സുഖോചിതനുമായ ഭവാൻ ഏകാകിയായി ഈ ശൂന്യകാനനത്തിൽ എന്തുകൊണ്ട് സഞ്ചരിക്കുന്നത്? ഇതിനുള്ള മറുപടിയായി അർജുനൻ ഇപ്രകാരം പറഞ്ഞു: ഗാണ്ഡീവവും അഗ്നിതുല്യവുമായ ശരങ്ങളുമേന്തി ഞാൻ ഈ മഹാരണ്യത്തിൽ രണ്ടാം പാവകിയെപ്പോലെ, അതായത് സുബ്രഹ്മണ്യനെ പോലെ പാർത്തു വരുന്നു. മൃഗസ്വരൂപം ധരിച്ച ഈ ഘോര രാക്ഷസൻ എന്നോട് എതിർത്ത് വന്നപ്പോൾ ഞാൻ അവനെ കൊന്നു വീഴ്ത്തി. നീ കണ്ടില്ലേ? ശത്രു സംഹാരത്തിൽ ഇത്രയും ശക്തനായ എനിക്ക് ഈ കാട്ടിൽ ഏകനായി സഞ്ചരിക്കുവാൻ ഒട്ടും തന്നെ ഭയമില്ല. ആരെ ഭയപ്പെടണം? കിരാതൻ ഇതിനുള്ള മറുപടിയായി ഇങ്ങനെ പറഞ്ഞു: ഭവാനല്ലല്ലോ ഈ രാക്ഷസനെ കൊന്നത്, ഞാനാണല്ലോ.
ഞാൻ തന്നെ എൻ്റെ വില്ലിൽ നിന്ന് എഴുതിവിട്ട ശരമേറ്റാണ് ഇവൻ യമപുരി പ്രാപിച്ചിരിക്കുന്നത്. ഇവൻ ആദ്യമേ ലക്ഷ്യമാക്കിയതും എന്നെ തന്നെയാകുന്നു. എൻ്റെ മുൻപിലാണ് ഇവൻ ആദ്യമായി വന്നു നിന്നതും. ഞാനാണ് ആദ്യം ഇവനെ ഉന്നം വെച്ചതും. ഇവനെ കൊന്നുവിട്ടതും ഞാൻ തന്നെയാകുന്നു. സ്വന്തം ദോഷങ്ങളെ അന്യനിൽ ചുമത്തി തനിക്ക് ഗർവുണ്ടെന്ന് പറയരുത്. മൂഢനായ നിനക്ക് കുറച്ചെങ്കിലും ഗർവ് ഉണ്ടോ ഗർവിഷ്ഠ? നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല. നീ ശക്തനാണെങ്കിൽ തടുത്തുകൊള്ളുക. നിന്റെ ശരം എൻ്റെ നേരെ പ്രയോഗിക്കുക. നിന്നെ ഞാൻ തീർച്ചയായും കൊല്ലും. ആ കാട്ടാളൻ്റെ വാക്കുകൾ കേട്ട് വല്ലാതെ കുപിതനായ അർജുനൻ യുദ്ധത്തിനൊരുങ്ങി. അർജുനൻ കിരാതന് നേരെ ശരം വിട്ടു. വേടൻ ശരങ്ങൾ സസന്തോഷം ഏറ്റു. ശരങ്ങൾ അന്യോന്യം വർഷിച്ചു. ഹേ മന്ദ, ഇനിയും അയക്കുക, ഇനിയും ശരം പ്രയോഗിക്കുക എന്നായി കിരാതൻ. ആ ബാണങ്ങളേറ്റ് സന്തുഷ്ടചിത്തനായി ശങ്കരൻ മുഹൂർത്ത സമയത്ത് ശരംവർഷം എയ്തു. യാതൊരു കുലുക്കവും കൂടാതെ പിനാകി മല പോലെ നിന്നു. ഇത് കണ്ട് അർജുനൻ അത്ഭുതപ്പെട്ടു. കൊള്ളാം, നന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ വിസ്മയപ്പെട്ടു. ഈ മലയൻ ആരാണ്? ഗാണ്ഡീവത്തിൽ നിന്നും പായുന്ന ശരങ്ങളെല്ലാം ഒരു കുലുക്കവും കൂടാതെ ഇവൻ ഏൽക്കുന്നുണ്ടല്ലോ. ഇവൻ സുരനോ അസുരനോ യക്ഷനോ സാക്ഷാൽ രുദ്രനോ? ആരാണിവൻ? ഈ പർവ്വതത്തിൽ ദേവന്മാർ വാഴുന്നുണ്ടെന്ന് ഞാൻ മുൻപേ കേട്ടിട്ടുണ്ട്. അവർ ആരെങ്കിലും ആകുമോ എന്നോട് എതിർക്കുന്നത്? ഞാൻ ആയിരക്കണക്കിന് വിടുന്ന ശരങ്ങൾ സഹിക്കുവാൻ സാക്ഷാൽ രുദ്രഭഗവാനല്ലാതെ ആർക്കാണ് സാധിക്കുക? ഈ ശിലാവർഷത്തെ ശൈല്യം പോലെ ഏറ്റുകൊണ്ട് ഹൃഷ്ടനായി ഇളകാതെ നിന്ന് അമ്പു തൻ്റെ ആവനാഴിയിൽ ഒടുങ്ങിയത് കണ്ട് അർജുനന് ഭയമായി. തനിക്ക് പാണ്ഡവത്തിൽ വെച്ച് അമ്പൊടുങ്ങാത്ത ആവനാഴി തന്ന അഗ്നിഭഗവാനെ അർജുനൻ സ്മരിച്ചു. അർജുനൻ ഇപ്രകാരം ഭഗവാനോട് പറഞ്ഞു: ഭഗവാനെ, ഞാൻ എന്തുകൊണ്ടാണ് ഇനി എയ്യേണ്ടത്? ശരങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. ആരാണ് ഈ പുരുഷൻ? ശൂലാഗ്രം കൊണ്ട് ആനയെ എന്ന പോലെ ഇവനെ ഞാൻ വില്ലുകൊണ്ട് ദണ്ഡധാരിയായ യമന്റെ പുരിയിലേക്ക് അയക്കും എന്ന് പറഞ്ഞുകൊണ്ട് വില്ലുകൊണ്ട് അടിക്കുകയും ഞാണുകൊണ്ട് വലിക്കുകയും വജ്രതുല്യമായ മുഷ്ടി കൊണ്ട് ആ കിരാതനെ അടിക്കുകയും ഇടിക്കുകയും ചെയ്തു. അടിക്കുവാനോങ്ങിയ വില്ല് കിരാതൻ പിടിച്ചു വലിച്ച് എടുത്തു. അപ്പോഴേക്കും അർജുനന് വില്ലും ഇല്ലാതായി. അപ്പോൾ അർജുനൻ വാളൂരി ഒറ്റ വെട്ടിന് അവനെ കൊല്ലുവാൻ ഉദ്ദേശിച്ചു. പർവ്വതത്തിന് പോലും തടുക്കുവാൻ കഴിയാത്ത വാൾ കിരാതൻ തൻ്റെ ശിരസിൽ ആഞ്ഞു പ്രയോഗിച്ചു. വാൾ പെട്ടെന്ന് ശിരസിൽ കൊണ്ടയുടനെ പൊട്ടിത്തകർന്ന് വീണു. പിന്നെ വൃക്ഷങ്ങളും ശിലകളും പറിച്ചെടുത്ത് പോരാടി. അവയൊന്നും കിരാതനിൽ ഏൽക്കാതായി. അർജുനനപ്പോൾ മുഷ്ടി കൊണ്ട് പൊരുതി. ക്രോധാവേശം കൊണ്ട് മുഖം പുകഞ്ഞു. ആ ഘോരമായ മുഷ്ടിയുദ്ധം ഒരു മുഹൂർത്തം നടന്നു. മുഷ്ടി കൊണ്ടും ഉരസുകൊണ്ടും ഇടുക്കികയാൽ അവരുടെ ശരീരത്തിൽ നിന്നും തീയും പുകയും പുറപ്പെട്ടു. പിന്നെ മഹാദേവൻ അർജുനനെ അമർത്തി ഞെക്കി വീർപ്പ് മുട്ടിക്കയാൽ അർജുനൻ ബോധം കെട്ടു വീണു. ഒരു മുഹൂർത്തം കഴിഞ്ഞപ്പോൾ അർജുനൻ ദേഹം മുഴുവൻ രക്തത്തിൽ മുഴുകി എഴുന്നേറ്റു. ദുഃഖത്തോടെ മഹാദേവനെ ധ്യാനിച്ചു. മണ്ണ് കൊണ്ടൊരു വിഗ്രഹമുണ്ടാക്കി അതിൽമേൽ പുഷ്പാർച്ചന ചെയ്തു. അപ്പോൾ വിഗ്രഹത്തിൽ അർച്ചിച്ചിരിക്കുന്ന പൂക്കളെല്ലാം കിരാതന്റെ ശിരസിൽ പ്രശോഭിക്കുന്നു. ഇത് കണ്ടപ്പോൾ തൻ്റെ എതിരായി ശോഭിച്ചത് സാക്ഷാൽ രുദ്രഭഗവാൻ തന്നെയാകുന്നു എന്ന് ആ പാണ്ഡുപുത്രൻ മനസ്സിലാക്കുന്നു. ഉടനെ ക്ലേശം നീങ്ങി അതിയായ സന്തോഷത്തോടുകൂടി അവൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണു. മഹാദേവനും അർജുനനും ഏറ്റവും സന്തുഷ്ടനായി. തപസ് കൊണ്ട് തളർന്നു വലഞ്ഞ തൻ്റെ പാദതലത്തിൽ വീണ കിടക്കുന്ന അർജുനനെ മേഘഗർജം പോലെയുള്ള ഗംഭീര സ്വരത്തിൽ ഭഗവാൻ സമാശ്വസിപ്പിച്ചു. അർജുന, തുല്യമായ കർമ്മത്താൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു. ശൗര്യത്തിലും സ്ഥൈര്യത്തിലും നിന്നോട് തുല്യനായ ക്ഷത്രിയൻ വേറെ ആരും തന്നെയില്ല. ശക്തി കൊണ്ടും തേജസ് കൊണ്ടും നീ എന്നോട് തുല്യനാണ്. മഹാബാഹുവായ നിന്നിൽ ഞാൻ സംതൃപ്തൻ ആയിരിക്കുന്നു. പുരാണ മഹർഷിയാകുന്നു നീ. യുദ്ധത്തിൽ നീ സർവ ശത്രുക്കളെയും ജയിക്കും. ഞാൻ നിന്നിൽ ഏറ്റവും പ്രീതിതനായിരിക്കുന്നു. ആർക്കും തടുക്കുവാനാവാത്ത അസ്ത്രം ഞാൻ നിനക്ക് തരാം. എൻ്റെ അസ്ത്രം ഞാൻ നിനക്ക് തരുന്നതാകുന്നു. ഉടനെ തന്നെ ദിവ്യദൃഷ്ടി കൊണ്ട് ഫാൽഗുനൻ കൈലാസവാസിയും മഹാദേവനുമായ ശിവനെ ശൂലപാണിയെ മഹാദ്യുതിയോടുകൂടി ഉമാസമേതനായി കണ്ടു.
മുട്ടുകുത്തി നിന്നു തലമുട്ടി ശത്രുപുര വിജയിയായ ആ പ്രതാപുത്രൻ നമിച്ചുകൊണ്ട് ഹരനെ സ്തോത്രങ്ങൾ പാടി പ്രസാദിപ്പിച്ചു. അർജുനൻ ഇപ്രകാരം പറഞ്ഞു: ഹേ കബർദിനെ, ഹേ മഹാദേവ, ഭഗനേത്ര, വിനാശക, ജഡാധര, വിഭുവും നീയാകുന്നു. എല്ലാത്തിനും മൂലമെന്ന് ഞാൻ അറിയുന്നു. ആദിത്യനും എല്ലാ ദേവകൾക്കും ആശ്രയവും അങ്ങാകുന്നു. ഈ പ്രപഞ്ചമെല്ലാം നിന്നിൽ തന്നെ ഭവിച്ചു. ദേവാസുരന്മാരുടെ 3 ലോകത്തിൻ്റെയും നാഥനാകുന്നു അങ്ങ്. വിഷ്ണുവിൻ്റെ രൂപത്തോടു കൂടിയ ശിവനും ശിവന്റെ രൂപത്തോടു കൂടിയ വിഷ്ണുവും അങ്ങാകുന്നു. പണ്ട് ദക്ഷമഹാരാജാവിൻ്റെ യജ്ഞം നീ നശിപ്പിച്ചു. ഹേ ഹരേ, ഹേ രുദ്ര, ഞാൻ ഭവാനെ കൈകൂപ്പുന്നു. നെറ്റിന്മേൽ നേത്രങ്ങളുള്ള സർവേശ, ശൂലധര പിനാകെ, ഞാൻ അങ്ങയുടെ മുൻപിൽ കൈകൂപ്പുന്നു. ഭവാൻ എന്നിൽ പ്രസാദിച്ചാലും നീ ജഗത്തിന് ഗണേശൻ ആകുന്നു. ലോകർക്ക് ആദികാരകനാകുന്നു. നീയാണ് പുരുഷൻ, നീയാണ് പുരുഷോത്തമൻ. പരമോന്നതനും സൂക്ഷ്മനും നീയാകുന്നു. നീ ഹരനാകുന്നു. ഭഗവാനെ ശങ്കര, ഭഗവാൻ എൻ്റെ അപരാധങ്ങളെ അതിക്രമങ്ങളെ ക്ഷമിച്ചാലും. അപ്പോഴേക്കും മഹാതേജസ്വിയായ വൃഷഭധ്വജൻ അർജുനന്റെ സുന്ദരമായ കരങ്ങൾ രണ്ടും പിടിച്ചുകൊണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഞാനെല്ലാം ക്ഷമിച്ചിരിക്കുന്നു. ഹരൻ സന്തോഷത്തോടെ തൻ്റെ ഭക്തനെ തഴുകുകയും പിന്നെ സമാശ്വസിപ്പിക്കുകയും ചെയ്തു.